നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ഇന്നലെ ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ മത്സരമായിരുന്നു നടന്നത്. ആ മത്സരത്തിൽ കരുത്തരായ ഇന്ത്യക്ക് ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യൻ ടീമിന് ഒരു സമനിലയിൽ മത്സരം അവസാനിപ്പിക്കേണ്ടി തന്നെ വന്നിരിക്കുകയാണ്. 0-0 എന്ന നിലയിലായിരുന്നു ഇന്നലത്തെ മത്സരം അവസാനിച്ചത്. പോയിൻ്റ് ടേബിളിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യൻ ടീം 4 പോയിൻറ്റുമായിട്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇന്ത്യൻ ടീമിനെ കുറിച്ച്. അതേപോലെ തന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ, എന്തായാലും ഒരു വമ്പൻ സൈനിങ് നടക്കാൻ പോകുകയാണ്. ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സൈനിങ് തന്നെയാണ് വരും സീസണുകളിൽ നടത്താൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ, മോഹൻ ബഗാനും അതേപോലെ തന്നെ കരുത്തരായ FC ഗോവയ്ക്ക് വേണ്ടിയും മുംബൈ സിറ്റി FCക്ക് വേണ്ടിയും എല്ലാം നിരവധി ഗോളുകളും അതേപോലെ തന്നെ അസിസ്റ്റും നേടിക്കൊടുത്തിട്ടുള്ള വിദേശ താരമാണ് ഹ്യൂഗോ ബോമസ്. മികച്ച രീതിയിൽ പല ടീമുകൾക്ക് വേണ്ടിയും മത്സരങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഈ താരത്തിനെ ഇപ്പോൾ ടീമിലെത്തിക്കാൻ ശ്രമങ്ങൾ നടത്തിയിരിക്കുകയാണ് കരുത്തരായ ISL ടീം. എന്തായാലും ഈ മിഡ്ഫീൽഡർ സ്ഥാനത്ത് മികച്ച രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഈ ഹ്യൂഗോ ഗോമസ് എന്ന് പറയുന്ന താരത്തിനെ ടീമിലെത്തിക്കാൻ ഇപ്പോൾ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രമുഖ ISL ടീമായ ബാംഗ്ലൂർ FC തന്നെയാണ്. എന്തായാലും ബാംഗ്ലൂർ FC ഈ താരത്തിനെ ടീമിലെത്തിക്കുകയാണെങ്കിൽ മികച്ച ഫോമിൽ തന്നെ ബാംഗ്ലൂർ FCക്ക് മികച്ച ഗോളുകൾ നേടാൻ സാധിക്കും. കാരണം നമുക്കറിയാം, ഈ സീസണിൽ ബാംഗ്ലൂർ FC അധികം മികച്ച പ്രകടനമൊന്നുമല്ല കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഹ്യൂഗോ ബോമസ് എന്ന് പറയുന്ന ഈ വമ്പൻ താരത്തിന് വമ്പൻ ഓഫർ കൊടുത്ത് ബാംഗ്ലൂർ FC ടീമിലെത്തിക്കാൻ ഇപ്പോൾ ശ്രമങ്ങൾ നടത്താൻ ഒരുങ്ങിയിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പല ISL ടീമും ഈ താരത്തിന് നോട്ടം ഇട്ടിട്ടുണ്ട് എന്ന് നമുക്ക് റൂമർ കിട്ടിയിട്ടുണ്ട്. എന്തായാലും വീഡിയോ ഇവിടെ ചേർത്തുന്നു. താങ്ക് യു ഗായ്സ്.